കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് പറയുന്ന വലിയൊരു യജ്ഞമായിരുന്നു ഉണ്ണിനമ്പൂരി പ്രസ്ഥാനവും യോഗക്ഷേമ സഭയും അടക്കം ഉള്ള പ്രസ്ഥാനങ്ങൾ നടത്തിയത്. അതിൻ്റെ നേതൃത്വത്തിൽ വഹിക്കുന്നത് വി ടി ഭട്ടതിരിപ്പാട്, MRB, പ്രേംജി, ആര്യവള്ളം, പാർവതി നെയ്മംഗലം, ദേവകി നീലയങ്ങോട് തുടങ്ങിയ അനേകം ആളുകൾ അവരുടെ ജീവിതം കൊടുത്തുമാണ് യഥാർത്ഥത്തിൽ ആ സമൂഹത്തിന് വെളിച്ചം വീശിയത്. അങ്ങനെ വെളിച്ചം നൽകിയ മഹാരഥന്മാരൊരാളായിരുന്നു MRBയുടെ മകൾ സരള മധുസൂദനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ കഴിഞ്ഞ തലമുറയിലെ ഒട്ടേറെ അനുഭവങ്ങളും നൊമ്പരങ്ങളും പങ്കുവച്ചിട്ടുള്ള MRBയുടെയും അതുപോലെ ഉമാ അന്തർജനത്തിൻ്റെയും മകള് ഒരു അഭിമാനപൂർവ്വം അവരുടെ കൂടെ ഈ റിനേഷന് വേണ്ടി സംസാരിക്കുന്നു. അമ്മ, MRBയുടെ മകളെന്ന നിലയിൽ, ഉമയുടെ മകളെന്ന നിലയിൽ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളിൽ ഇപ്പം 90 വയസ്സാകുന്നു അല്ലേ? ആ 90 വയസ്സിനിടയിൽ 35 ജന്മം അല്ലേ? അപ്പോൾ അത്രയും കാലത്തെ ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ പഴയകാല അനുഭവങ്ങൾ പുതിയ തലമുറയ്ക്കൊന്നും പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അന്ന് MRB അങ്ങനെ ഒരു വിധവാ വിഭാഗത്തിലേക്ക്, അതായത് നമ്പൂതിരി സമുദായത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 34 കല്യാണം കഴിക്കുന്നത്. ആ കല്യാണത്തെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളൊരു കാര്യം, അന്തർജന സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ യോഗക്ഷേമ സഭയുടെ ഒരു യോഗത്തിൽ വെച്ച് പാർവതി നെന്മിനിമംഗലം വലിയൊരു ചോദ്യം ചോദിച്ചു. വർത്തമാനം പറഞ്ഞാൽ മാത്രം പോരാ, പ്രവർത്തിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു. ഒരു വിധവയെ കല്യാണം കഴിക്കാനിരിക്കുന്നവർ ആരാണ് തയ്യാറ് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ MRB കൈവക്കി ഞാനുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ആദ്യമായി നമ്പൂതിരി സമുദായത്തിലൊരു വിധവ കല്യാണം കഴിക്കപ്പെടുന്നത്. പിന്നീട് MRBയുടെ അനിയൻ പ്രേംജിയും കല്യാണം കഴിച്ചത് ഒരു വിധവയാണ്. അപ്പം ആ വിവാഹത്തെ സംബന്ധിച്ച് അന്ന് അമ്മയും അച്ഛനും പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? അങ്ങനെ കാര്യങ്ങളൊന്നും അച്ഛനൊന്നും പറയാറില്ല. അല്ല എന്നാലും അമ്മ പറഞ്ഞിട്ടില്ലേ? അമ്മയും പറയാറൊന്നുമില്ല. ചോദിച്ചിട്ടുണ്ടോ? ഓരോ അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കി ആര്യാവള്ളം, പിന്നെ അനുഭവിച്ച ദുരിതങ്ങൾ, അതാണ്. അപ്പം അത് എന്താണ് ഇപ്പൊ ഭ്രഷ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല അന്ന്. അപ്പോൾ ഭ്രഷ്ട ആയ ലോകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ജനിച്ചത്. അപ്പൊ എന്താണ് ഈ ഭ്രഷ്ടന്റെ അർത്ഥം മനസ്സിലാവാത്ത കാലത്ത് തന്നെ ആ ദുരിതങ്ങൾ അനുഭവിച്ചു. എന്നുവെച്ചാൽ അച്ഛന് ജോലിയില്ല, പിന്നെ ആരും സഹകരിക്കാൻ ആരുമില്ല, വീട്ടിലെ ഒരു വീടും അതുപോലെ ആര്യാവള്ളവും. ഇപ്പൊ ഈ പാർവതി നെന്മിനിമംഗലം അന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അച്ഛനത് പറഞ്ഞതെങ്കിലും അവര് പിന്നെ ഇതിൽ പങ്കെടുത്തിട്ടില്ല. അത് തറവാട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് പിന്നീട് അറിഞ്ഞു. അപ്പോൾ ഈ ആര്യാവള്ളവും പാർവതി നെന്മിനിമംഗലം ആണ് ഇതിന് മുന്നിട്ട് നിന്നതെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. അത് നെന്മിനിമംഗലത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ്. അല്ല, ആര്യവള്ളം വന്നിരുന്നു. ആര്യവള്ളത്തിന്റെ മകന് ദാമോദരൻ മരിക്കുന്ന സമയത്ത് അവരുടെ മകൻ മരിച്ച 14-ാം ദിവസം മറ്റായിരുന്നു. അപ്പം വീട്ടിൽ പറയുന്നുണ്ട് ആര്യ വന്നില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ ആര്യ ചൂടാകുന്നുണ്ട് വീട്ടിയോട്. ഞങ്ങൾക്ക് എന്നാ വിലയുള്ളത് കൊണ്ടാണ് ഞങ്ങളെ വിളിക്കാത്തതെന്ന് ചോദിക്കുന്നത്. ഈ പ്രസംഗം മാത്രമല്ല, പ്രവൃത്തി അങ്ങനെ പ്രസംഗിക്കുക മാത്രമല്ല, പ്രവൃത്തിയിലൂടെ ഒരു ചരിത്രം സൃഷ്ടിച്ച ചുരുക്കം ചിലരിൽ ഒരാൾ തന്നെയാണ് MRB എൻ്റെ അച്ഛൻ എന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഒരു അന്നത്തെ ആചാരങ്ങൾ അനുസരിച്ച് ഒരു വിധവയുടെ ജീവിതം ദുരിതപൂർണ്ണമായിരുന്നു. അവർക്കത് ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഒരു അവസ്ഥയാണ് പുനർവിവാഹം എന്നുള്ളത്. അതിന് എങ്ങനെ തയ്യാറായി? അപ്പോൾ അത് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുറേ ഒരു 3 കൊല്ലത്തോളം ആലോചിച്ചിട്ടാണ് ഒരു തീരുമാനത്തിലെത്തിയത്. ഒരു പക്ഷേ ഇതിന് ആദ്യമായിട്ട് ആരെങ്കിലും പുറപ്പെടണമല്ലോ. അപ്പം അതിൽ മറ്റുള്ള വിധവകൾക്ക് ഇപ്പോൾ ഈ ചെറിയ ബാല്യവിവാഹങ്ങളാണല്ലോ അന്ന് നടന്നത്.
10-15 അമ്മയ്ക്ക് 15 വയസ്സിൽ അവരുടെ കല്യാണം കഴിക്കാം. അപ്പം അവർക്കൊരു ജീവിതം കൊടുക്കാൻ എൻ്റെ ഈ പ്രവൃത്തി ഉപകരിക്കുമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് എന്നാണ് മനസ്സിലാദ്യം തോന്നിയത്. അങ്ങനെയാണ് പുനർവിവാഹത്തിന് തയ്യാറായത്. അമ്മയ്ക്ക് വെറും 4 ദിവസത്തെ ആദ്യത്തെ വിവാഹത്തിൽ 4 ദിവസത്തെ അവരുടെ കുടുംബം ഉണ്ടായിരുന്നുള്ളൂ. 15-ാം ദിവസം ഭർത്താവ് മരിച്ചുപോയി. 15-ാം ദിവസം ആണ് മരിച്ചുപോയി. അത് കഴിഞ്ഞ് മുഖം തന്നെ നല്ല ഓർമ്മയില്ല. ഒരു ദിവസത്തെ കൂടി കഴിഞ്ഞു. അതാ പറഞ്ഞത്. അതെ, അങ്ങനെ. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടായി എന്നുള്ളതല്ലാതെ മാത്രമല്ല അന്നത്തെ വിധവകളുടെ ജീവിതത്തിൽ വിധവാ ജീവിതം ഭയങ്കരമായിരുന്നു, ഉണ്ടായിട്ടില്ല. അപ്പം എന്തുകൊണ്ട് ഇനി ഒരു പുനർവിവാഹം ചെയ്തുകൂടാ എന്ന് അങ്ങനെ വീട്ടിയുടെ ഭഗ്നി നമ്മുടെ അടുത്ത് ശ്രീദേവി അവരുടെയും കൂടി പ്രോത്സാഹനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം. അത് ഉപകരിക്കുമെങ്കിൽ മറ്റുള്ളവർക്കൊരു ഉപകാരം ആവുമെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു മനസ്ഥിതിയോടെയാണ് അതിൽ പ്രവേശിച്ചത്. പക്ഷെ അമ്മ ഭയങ്കര തൻ്റെടിയായിരുന്നു അല്ലേ? സത്യത്തിൽ MRB ആക്കിയത് ഉമാന്തർജനമാണെന്ന് പറഞ്ഞാൽ ശരിയല്ലേ? അത്രമാത്രം തൻ്റെ ഇടം ഉണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക് ജീവിതത്തില്. ഏത് വെല്ലുവിളിയെ നേരിടാനായിട്ടുള്ള അല്ലേ? പിള്ളേരെ വളർത്തി പശുവിനെ ആടിനെയൊക്കെ വളർത്തിയൊക്കെയാണ് വളർന്നത് അല്ലേ? അതെ, അങ്ങനെ പഴയ ആചാരങ്ങൾ ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് അമ്മ ഈ 30 വയസ്സ് വരെ സ്വന്തം ഇല്ലത്ത് താമസിച്ചത്. ഒന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയായിരുന്നില്ല. പിന്നെ അതാണ് വീട്ടിലെ പ്രസംഗത്തിന്റെ പിന്നിൽ വായനയിൽ വലിയ താല്പര്യമായിരുന്നു. അപ്പൊ രജനീരംഗം ഉള്ള അദ്ദേഹത്തിന്റെ പുസ്തകം വായിക്കണം എന്നുള്ള ഒരു എങ്ങനെയൊക്കെയോ കിട്ടി. അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത് ഉള്ള ഒരു ഇല്ലത്തെ ഒരു അന്തർജനം വന്നിട്ട് അയ്യയ്യേ ഇതൊക്കെ ഇതൊക്കെ വായിച്ച് ചീത്ത പറഞ്ഞിട്ട് എന്തോ പരിഹസിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് വായിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സഭയിൽ യോഗക്ഷേമ സഭയിൽ എന്താണ് പ്രസംഗിക്കുന്നത് എന്നൊന്നറിയാനുള്ള താല്പര്യം ഉണ്ടായിട്ട് അമ്മ ഒരു കത്ത് കൊടുത്തയച്ചു. അനിയനത് എഴുതിയിട്ടുണ്ട്. രജനി ഗ്രന്ഥകർത്താവ് മൽ സഹോദരി പ്രിയതമ അവരുടെ പിന്നീട് ഒരു അപ്പൊ ആ പ്രസംഗം ഒന്ന് കേൾക്കണം പറഞ്ഞിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഒരു ചുവടുവെപ്പിൽ കൂടെ. അല്ല, അച്ഛനും അങ്ങനെയായിരുന്നല്ലോ. അച്ഛൻ ആദ്യം വന്നേരി സാവിത്രി എന്ന് പറഞ്ഞ പേരിലായിരുന്നു കഥകൾ എഴുതിക്കൊണ്ടിരുന്നത്. അതെന്താ വെച്ചാല് സ്ത്രീകള് കൂടുതൽ കടന്നു വരണം, എന്നാലാണ് ഈ അന്തർജനങ്ങളുടെ ഈ ദുരിതങ്ങൾക്കൊരു മറ്റുള്ളവർ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, അവർ തന്നെ പുറപ്പെടണം. അപ്പൊ സ്ത്രീകളുടെ പേരില് അത് എഴുതിയത് അതൊരു സഹായമായി, എല്ലാവർക്കും അതൊരു ഊന്നുവടിയായി. അല്ല, ആ കാലത്ത് അത്രയും സ്ത്രീകൾ രംഗത്ത് വരിക എന്ന് പറഞ്ഞാൽ ഇക്കാലത്ത് പോലും സാധിക്കാത്ത രീതിയിൽ അന്ന് സ്ത്രീകളെ രംഗത്തിറക്കാനായിട്ട് ഇവർക്കെല്ലാം കഴിഞ്ഞിരുന്നു. മാത്രമല്ല സമരരംഗത്തേക്കൊക്കെ വരുമായിരുന്നല്ലോ. ഈ ഘോഷ ബഹിഷ്കരണം, മറക്കട തല്ലിപ്പൊളിക്കല്, അവസാനം ഇവിടെ സമരം, അതായത് പാലി സത്യാഗ്രഹത്തിലൊക്കെ വരെ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമരരംഗത്തേക്ക് വരെ ആര്യവള്ളമൊക്കെ അവിടെ പോലീസിൻ്റെ അടിയെ കൊണ്ടിട്ടുണ്ട് അല്ലേ? അപ്പം അത്ര ശക്തമായ രീതിയിലേക്ക് വരുമ്പോൾ അപ്പം ഉമാന്തർജനത്തെ പോലെ അമ്മയെപ്പോലെ ധീരമായി അമ്മ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു MRB നിങ്ങളുടെ വരുമാനമൊക്കെ വളരെ കുറവായിരുന്നല്ലോ. മംഗളോദയത്തിൽ നിന്ന് കിട്ടുന്ന വലിയ തുച്ഛമായ വരുമാനം കൊണ്ട് അമ്മ പശുവിനെ വളർത്തിയും കോഴിയെ വളർത്തിയൊക്കെയാണ്, ആടിനെ വളർത്തിയൊക്കെയാണ് വളർത്തിയെന്ന് പറയാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ ആ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് ഒരു കാര്യം കൂടെ, അതുകൂടാതെ 2 സഹോദരിമാരും കൂടെ ഉണ്ടായിരുന്നു. അല്ല, അമ്മയെ മാത്രമല്ല, അത് ലീലയിടത്തെയും തങ്കമണി ഓർക്കുന്നുണ്ടോ? അവരെയൊക്കെ ഇപ്പം അവര് അമ്മയുടെ അനുജത്തിയുടെ മകളാണ് തങ്കമണി. അവര് മരിച്ചപ്പോഴും അവർക്ക് 3 വേറെ തങ്കമണിയുടെ വേറെ 2 സഹോദരന്മാരാ. ഒരാള് ICPയും IS അല്ല, അവരുടെ വീട്ടിലെ അവര് അമ്മയാണ് കൊണ്ടുവന്നത്. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അപ്പം അമ്മ ഈ തങ്കമണിയാണ് മകളായിട്ട് വളർത്തിയത്. അങ്ങനെ പോയത്. പിന്നെ മറ്റ് ഇപ്പോഴും ജീവിച്ചിരിക്കേണ്ടവര് 2 പേരും ഉണ്ട്. അതെ, മണി മാത്രമല്ല, 2 പേരും ഉണ്ട് അല്ലേ?
പക്ഷെ അവരായിട്ടൊരു കോണ്ടാക്ട് ഒന്നുമില്ല. അപ്പോൾ അമ്മയാണ് അവരെ വളർത്തി കൊണ്ടുവന്നത്. അപ്പോൾ അന്ന് അതിന് മുമ്പേ പട്ടാമ്പിക്ക് അടുത്ത് പിന്നെ കൊടുമുണ്ട ഒരു വീട്ടിലാണ് ഞാനൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലം ഉണ്ടായിരുന്നു. അന്ന് അടുത്തുള്ള ചില ഇല്ലങ്ങൾ അവരെ കാഞ്ഞൂര് അതുപോലെ തടം അവരാണ് സഹായിച്ചായിരുന്നത്. എല്ലാവരും കാഞ്ഞൂര് രാമേട്ടൻ എന്ന് പറഞ്ഞൊരു നമ്പൂതിരി, അദ്ദേഹത്തിന് പലചരക്ക് പീടികയായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയിലും അരി പച്ചക്കറി വിഭവങ്ങൾ കുടിലായിരുന്നു. അന്ന് കുടിലാണ് താമസിച്ചിരുന്നത്. വീട്ടുമുറ്റത്തെത്തും. അന്നാണ് ഞങ്ങൾക്ക് ഒരു നല്ല ഭക്ഷണം കിട്ടുന്നത്. അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. ചില ദിവസങ്ങളിലൊന്നും ഉണ്ടാവില്ല. അന്നൊരു വെള്ളരിക്ക, ചെറിയ വെള്ളരിക്ക പൂവല് തിന്ന് വെള്ളം കുടിച്ച് കാട്ട് പഴങ്ങളൊക്കെ തിന്ന് ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ വിശപ്പ് എന്താന്ന് അതെ അന്ന് മുതലേ നമുക്ക് പാരമ്പര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാൻ. പാരമ്പര്യം മാത്രം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഭക്ഷണത്തിലൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ അതൊക്കെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ അന്ന് പ്രേംജി ആണ് സഹായിച്ചത്. പ്രേംജി പിന്നെ നാലപ്പാടന് അവരൊക്കെ സഹായിക്കുമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാലപ്പാട്ട് നാരായണമേനോൻ സഹായം ഇല്ല. പ്രേംജി നാലപ്പാടിന്റെ സാഹിത്യത്തിൽ ഒരു അഭിരുചി വരാൻ അച്ഛന് നാലപ്പാടിനും വള്ളത്തോളിന്റെയും ഈ പാവങ്ങളൊക്കെ വായിച്ചിട്ടാണ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഈ അമ്മയുടെ അച്ഛൻ്റെ വിവാഹത്തിന് ശേഷം സമൂഹ ഭ്രഷ്ടം ഉണ്ടാവുകയും പടിയടച്ച് പിണ്ഡം വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അതിനുശേഷം അമ്മയുടെ കൂടെ അതായത് അമ്മ ചളവറയിലെ കുടുംബത്തിൽ വീട്ടിൽ പോകുന്ന ഒരു സന്ദർഭം പറയുന്നുണ്ട്. ആ സന്ദർഭം ഒന്ന് പറയാൻ പറ്റുമോ? വിവാഹത്തിന് 8 കൊല്ലത്തിന് ശേഷമാണ് അമ്മയുടെ വീട്ടില്. അല്ല, ഞാൻ പറഞ്ഞ അന്ന് സലാമ ഉണ്ടാ കൂടെ ഇല്ലേ? അവിടെ വീട്ടിൽ പോകുമ്പോ 8 വയസ്സുണ്ട്. അത് ഓർക്കുന്നുണ്ടോ? അന്നത്തെ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടപ്പോ നല്ല ഒരു തറവാടിത്തള്ളവര് ആള് മുടിയൊക്കെ അങ്ങനെ ചരിച്ച് കെട്ടിട്ട് ഒരു നമ്പൂരി വരണു. പിന്നെ പിന്നില് വേറെ വെളുത്ത് സുന്ദരിയായിട്ടൊരു അന്തർജനം കൂടെ ഉണ്ട്. അയ്യോ ഇതാരാ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അന്ന് ലീലെടുത്തിയുണ്ട് കൂടെ. ലീലെടുത്തിക്ക് എന്നേക്കാൾ 4 വയസ്സ്. ഇതിപ്പോ ആരാന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ അമ്മേ പറഞ്ഞിട്ട് എൻ്റെ അമ്മ കരഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ ഇത് മുത്തശ്ശമ്മയാണെന്ന് മനസ്സിലായി. പക്ഷെ കണ്ടാൽ എന്തിനാ കരയണ? സന്തോഷമല്ലേ വേണ്ട. ഇപ്പൊ പഴയ കാലത്ത് 8 കൊല്ലം മുമ്പ് വിവാഹം നടന്നപ്പോൾ അത് കേട്ടിട്ട് കോണി ഇറങ്ങി വരുമ്പോഴാ ആരോ പറഞ്ഞത് അങ്ങനെ കോണിപ്പടിയിൽ നിന്ന് അമ്മ വീണ് പരിക്കൊക്കെ പറ്റി. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടായിരിക്കണം പിന്നീട് ഞാൻ. അല്ല, അന്ന് അമ്മ വല്യമ്മ എന്ന് ചോദിച്ചത്, ആദ്യം ചോദിച്ചത് നീ ഇങ്ങോട്ട് വരുന്ന ആരെല്ലാം കണ്ടോ എന്ന് ചോദിച്ചോ? ആര്? അമ്മ വീട്ടിലേക്ക് വരുമ്പം വല്യമ്മ ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? കാരണം പ്രശ്നമുള്ളവരാ വരുന്നേ. അല്ല, അത് ഇവര് മുത്തശ്ശമ്മ ചോദിച്ചത്. അതെ, ആരെങ്കിലും കണ്ടപ്പോ അടുത്തുള്ളവര് കണ്ടാൽ എന്താണ് പറയാ? അപ്പൊ ഇവര് മറ്റേ ക്രിയകൾക്കൊന്നും കൂട്ടാണ്ട് കൂടിക്കഴിയാൻ. അന്ന് അമ്മ ഇങ്ങനെ അതിനോട് പ്രതികരിച്ച് ഓർക്കുന്നുണ്ടോ? 8 വയസ്സുണ്ടല്ലോ, ഓർമ്മയുണ്ടോ അന്നേരം? അതോ അമ്മ ഇല്ല. അല്ല, അമ്മയ്ക്കൊരു സങ്കടമായിരുന്നു. അതാണ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്തിനാണ് അമ്മ സങ്കടപ്പെടുന്നതെന്നാണ് അന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വല്ലവരും കണ്ടോ എന്നുള്ളത് ചോദിച്ചത് മുത്തശ്ശമ്മയല്ല. മുത്തശ്ശമ്മയ്ക്ക് മറ്റുള്ളവര് എന്താ പറയാ, അതാ ഒരു പ്രശ്നമുള്ളവരെ കാണുന്ന പ്രശ്നമാണല്ലോ അല്ലേ? അതായിരുന്നു പ്രശ്നം. അല്ലാണ്ട് ഈ സ്നേഹം ഉള്ളിലുണ്ട്, പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല, കാണണം എന്നുള്ളതും അല്ല. പിന്നെ ICP അമ്മാവൻ ാണ് എല്ലാത്തിനും ഈ അവനാണ് സഹായങ്ങളൊക്കെ ചെയ്യാറുള്ളത്. പക്ഷെ അമ്മാവൻ എഴുതിയിട്ടുണ്ട് വിവാഹത്തിന് പോയില്ല, അച്ഛൻ പോണ്ടാന്ന് പറഞ്ഞിട്ട്. ഇതിനൊക്കെ പിറ്റേ ദിവസം പോയി കണ്ടു എന്നാണ് പറഞ്ഞത്. പിന്നെ അമ്മയായിട്ടുള്ള അത്ര അടുത്ത മറ്റു അനുഭവങ്ങൾ, അപ്പം പട്ടിണിയുടെ കാര്യം പറഞ്ഞു,
അതുപോലെ തന്നെ മറ്റേ അന്ന് ഈ അന്തർജന സഭയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ പ്രസ്ഥാനമൊക്കെ ആയിട്ടാ മോളെ സജീവമായിട്ടുണ്ടായിരുന്നു അമ്മ? ഇല്ല, അങ്ങനെ ഒരു മീറ്റിംഗ് അന്തർജന സമാജത്തിലൊക്കെ പങ്കുകൊള്ളാറുണ്ടെന്നുള്ളതിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു അത് ആര്യൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നില്ല. അല്ല, അക്കാലത്തെ ഈ വിധവകളുടെ ജീവിതത്തെ കുറിച്ച് എനിക്ക് തോന്നി ഇപ്പൊ ആർക്കും അത്ര അറിയില്ലാത്തൊരു കാര്യമാണ്. കാരണം 10 ദിവസത്തോളം ഇങ്ങനെ എന്താണ് വെള്ളത്തിൽ കുളിച്ച് വന്നിട്ട് തുണി പിഴിയാതെ നിലത്ത് കിടക്കുകയും അല്ലേ, ഉണക്കലരി ചോറ് കഴിക്കുന്നത്, അതേ കുറിച്ചൊന്നും പറയാൻ പറ്റും അന്നത്തെ ഒരു വിധവകളുടെ ഭീകരമായ ഒരു ജീവിതാവസ്ഥ? അത് അമ്മ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ എഴുതി വെക്കുമായിരുന്നു. അമ്മയ്ക്കത് അന്ന് ഉണ്ണിന പൂതിരി മാസിക, അപ്പൊ അതില് ഒന്ന് കൊടുക്കണം ഈ വിധവകളുടെ ജീവിതം ഞാൻ എഴുതിയത് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ എന്തോ അത് നടന്നില്ല. ഒന്ന് പറയാമോ, ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ അന്നത്തെ വിധവകളുടെ അവസ്ഥ? അത് അമ്മ പറഞ്ഞു കേട്ടത് അമ്മ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് എങ്ങനെയാണെന്ന് വെച്ചാല് അരിഭക്ഷണം കഴിക്കാൻ പാടില്ല, കുളിച്ച് ഏറിനോടെ വന്നിരുന്നിട്ട് കിഴങ്ങ് അതൊക്കെയാണ് കഴിക്കാൻ പാടുള്ളൂ. അതെ, ഉപ്പ് തിന്നാൻ പാടില്ല, ഉപ്പ് കൂട്ടാൻ പാടില്ല. ഇല്ല, ഉപ്പ് കൂട്ടാൻ പാടില്ല. അത് മാത്രമല്ല ഗോതമ്പ് പൊടി കഴിക്കാറില്ല എന്നാണ്, കിഴങ്ങ് മാത്രം എന്തൊക്കെയോ ചുട്ട് കഴിക്കാൻ. പിന്നെ കുളിച്ച് തോർത്താൻ പാടില്ല, തല ഉയർന്നോട് മുങ്ങി ഒഴുകാലെ എന്നങ്ങനെയാണെന്ന് പറഞ്ഞോണ്ടിരുന്നേ അല്ലേ? അതെ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം തല ചുറ്റി വീണു അമ്മ. അപ്പോഴാണ് മുത്തശ്ശൻ പറയുന്നത് ഗോതമ്പില്ല അത് വെച്ച്. അപ്പോൾ മുത്തശ്ശൻ്റെ അമ്മയുടെ മുത്തശ്ശമ്മ അതൊന്നും ഇവിടെ പതിവില്ല, അതൊന്നും വേണ്ട, പക്ഷെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് പിന്നെ ഗോതമ്പ് കഴിക്കാൻ ഒരു ജീവിതം കുറേ ഒരു കൊല്ലത്തോളം അത് ദീക്ഷ ഒരു കൊല്ലത്തോളം അങ്ങനെ കഷ്ടപ്പാട് സഹിച്ച്. അപ്പം അതിന് ഇടയ്ക്കാണ് ഗർഭിണിയാണെന്ന് മനസ്സിലായിട്ട് ഒരു കുട്ടി ഉണ്ടായത്. അന്ന് അത് കഴിഞ്ഞാലും വിധവകൾക്ക് പുറത്തു വരാൻ പറ്റത്തില്ലല്ലോ, നല്ല ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല, കഴുത്തിൽ ചാടിയ ചരടില്ലാത്ത ജീവി എന്ന രീതിയിലായിരുന്നു അന്ന് കണ്ടോണ്ടിരുന്നത് അല്ലേ? അപ്പൊ അന്നത്തെ അത്ര ദുരന്തത്തെ കുറിച്ച് അമ്മ പറഞ്ഞിട്ടുണ്ടോ? എവിടെ പോവാറില്ല. പക്ഷെ മുത്തശ്ശന് വലിയ വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അത് മറ്റുള്ളവർ എന്താ പറയുക എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ വായിക്കാനും ഇതിനൊക്കെ ഉള്ള ഒരു അവസരം അമ്മയ്ക്ക് നമ്മുടെ അനിയത്തിമാർക്കൊക്കെ കിട്ടിയിരുന്നു. പോവാറില്ല, ഇവിടെ പറഞ്ഞറില്ല. അത് ഈ മാപ്പിളകളുടെ കാലത്ത് തന്നെ അന്ന് അമ്മ ചെറുതൊറ്റായിരുന്നു, 4 വയസ്സിട്ടായിരുന്നു. അന്ന് നടന്നാണ് കൈപ്പറമ്പിലാണ് നമ്മുടെ, അതെ, ചളവറയിൽ നടന്നാണ് പോയിരുന്നത് പറയണ കേട്ടിട്ടുണ്ട്. വേറെ എവിടെയും പോവാറില്ല, അമ്പലങ്ങളിൽ പോവില്ല. അങ്ങനെ പണ്ടത്തെ അനുസരിച്ചുള്ളൊരു യാഥാസ്ഥിക കുടുംബം തന്നെയായിരുന്നു അമ്മയുടെ. അമ്മ ഈ സങ്കടങ്ങളൊക്കെ നിങ്ങൾ പിള്ളേരോട് പറയുമായിരുന്നോ? അമ്മയുടെയൊക്കെ ചെറുപ്പകാലത്തിലേക്ക് ഇതും ഈ ആചാരങ്ങളെ കുറിച്ചും ഒക്കെ പറയുമായിരുന്നോ? അല്ല, അന്ന് കുറെ സങ്കടങ്ങൾ അനുഭവിച്ചതൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് നിങ്ങളോട് എന്താ പറയാറുള്ളത് സാറിനതില്? എങ്ങനെ നിങ്ങളുടെ ഭാവി എങ്ങനെ ആയിരിക്കണം, വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ പറയുമായിരുന്നോ? ഇല്ല, ഞങ്ങളോടൊന്നും അങ്ങനെ, ഞാനങ്ങനെ കുറെ ദുരിതം അനുഭവിച്ചാണ് ഈ നിലയിലെത്തിയത്. അതൊന്നും ഒരു ഇതിന് വേണ്ടിയാണ് വിവാഹം ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങളുടെ മക്കളുടെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് അമ്മയും അച്ഛനൊക്കെ എന്തെങ്കിലും പറയാറുണ്ട്? മക്കള് അല്ല അതുപോലെ ആവരുത്, അതുപോലെ ആവരുത്. അപ്പൊ വിദ്യാഭ്യാസം അവർക്ക് നൽകണം, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സഹോദരന്മാരൊക്കെ അച്ഛൻ്റെ അച്ഛനെ കാണാൻ സമ്മതിക്കാൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഭാഗം വെച്ചപ്പോൾ പൈസ അതിൽ അച്ഛൻ മാത്രം ഒപ്പിട്ടില്ല. അതെന്താ വെച്ചാൽ അന്ന് ഞാൻ ഗർഭസ്ഥ ശിശുവായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭാഗം വെച്ചില്ല, അമ്മയ്ക്കും എനിക്കും. അതുകൊണ്ട് അച്ഛൻ അപ്പം അങ്ങനെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല. പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞതിന് ശേഷം കൊടുമുണ്ടയിലത്തെ
ഇതൊക്കെ കഴിഞ്ഞ് അച്ഛന് ചെറിയ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ഷൊർണൂർ താമസിക്കാൻ തുടങ്ങി. അന്നേരം അന്നേരം കുറച്ച് പൈസ 500 രൂപ മറ്റൊക്കെ കൊടുത്ത് കുടുംബവകയായിട്ട് അങ്ങനെയാണ് ഷൊർണൂർ വീട് വന്നിട്ട് ഒരു 500 രൂപ കൊടുത്തു. വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ അദ്ദേഹം അത് കയ്യിൽ പിടിപ്പിച്ചു. അതുകൊണ്ടാണ് ഒരു വീട് വാങ്ങിയത്. കഷ്ടപ്പാടുകളെ പറ്റി പറയല അനുഭവിച്ചതാണല്ലോ. ശരിക്കും കഷ്ടപ്പാട് ദുരിതമായിരുന്നു. അത് വീട്ടിയുടെ ചരിത്രത്തിലുണ്ട്. വീടെല്ലാം വിറ്റിട്ട് ഇങ്ങനെ പിന്നെ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കി പൊളിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു കാലമുണ്ടല്ലോ വീട്ടിൽ പട്ടതിരിപ്പാടിൻ്റെ. ആ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വീട്ടിൽ ഈ എഴുത്തുകാരെല്ലാം ധാരാളം വരുമായിരുന്നല്ലോ, വയലാറ് അതുപോലുള്ള സാഹിത്യകാരന്മാരൊക്കെ. സാഹിത്യകാരന്മാരും വരും. അവിടെ പട്ടിണിയാണെങ്കിലും പട്ടിണി പങ്കിടാനായിട്ട് ധാരാളം എഴുത്തുകാർ വരുമായിരുന്നു. അച്ഛൻ്റെ സമ്പത്ത് സുഹൃത്തുക്കളായിരുന്നു. മറ്റേ തകഴി ശങ്കരപ്പിള്ള, ആരൂർ നീലകണ്ഠപിള്ള എല്ലാവരും കണ്ടിട്ടുണ്ട്. വയലാറ് കള്ളു കുടിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടം. വയലാറുമായിട്ട് അമ്മയോട് പറയാൻ പറ്റുമോ? മീറ്റിങ്ങിന് വിളിക്കാൻ വന്നപ്പോ അമ്മ എന്താ കൊണ്ടാട്ടമുളക് വെയിലത്തിടായിരുന്നു. അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അന്ന് ഞാനുണ്ട്, അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി കുറച്ച് കൊണ്ടാട്ടമുളക് എനിക്ക് തരണം, ഞാൻ അമ്മ ഉണ്ടാക്കിയ കടുമാങ്ങ. അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ നല്ലോണം ഉപ്പിലിട്ടതൊക്കെ ഉണ്ടാക്കുന്ന കേട്ടിട്ടുണ്ട്. അതൊരു പൊതുവെയുള്ള ഒരു അറിവായിരുന്നു. അപ്പം അത് കടുമാങ്ങ കൊണ്ടുത്തരാം. അപ്പം അമ്മ ഒരു നോട്ടം നോക്കി വയലാറിനെ. എനിക്ക് തൻ്റെ കടുമാങ്ങയും വേണ്ട, ഞാനിട്ട് മുളകും തരുന്നില്ല. അപ്പം അച്ഛനാണെങ്കിൽ ഒന്നൊരു അപ്പറിയം ഇതൊക്കെ കേട്ടിട്ട് അച്ഛനും ഒന്നും വേണ്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു കടുമാ കൊടുക്കണ്ടേ, പിന്നെ എന്തിനാ ഇത്ര ദേഷ്യപ്പെട്ട് പറഞ്ഞത് എന്ന്. അപ്പൊ ഈ കുറച്ച് വന്നതിന്റെ ഒരു പ്രതിഷേധം അവിടെ പ്രകടിപ്പിച്ചതാണ് അമ്മ. പിന്നെ അവിടെ മനസ്സിലായത്. എന്നാ അച്ഛനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം ഒന്നും മിണ്ടാതെ തലതാത്തി കയറി അച്ഛനെയും കൊണ്ട് പോവുകയും ചെയ്തു. ഉമ്മറിന്റെ വെച്ചാൽ നാടകത്തിൽ അമ്മയിച്ചത് നാടകത്തിൽ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ അഞ്ചെത്തി പ്രിയദത്ത, കല്ലാട്ടൻ, ഒരു മിശ്ര വിവാഹം, അവരൊക്കെ അന്ന് നാടകത്തിന് പോയിട്ട് വന്നപ്പോ അന്ന് പിന്നെ പക്ഷെ ഞാനില്ലാതെ അമ്മ പറഞ്ഞു കേട്ടതാണ്. സിനിമ എങ്ങനെ KP ഉമ്മറിന്റെ സിനിമ കാണുമ്പോ പറയാം, ഇയാള് പണ്ട് എന്നോട് ചോദിച്ചതാണ് ഞാൻ നാടകത്തിന് പോയപ്പോ, എങ്ങനെ ഉണ്ടായിരുന്നു നാടകം, എന്താ കണ്ണുരുട്ടി കാണിച്ച ഒരു അഭിനയാണോ? അപ്പൊ ആദ്യം എന്താ മനസ്സിൽ തോന്നിയത് അപ്പം അങ്ങോട്ട് പറയാ. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു നമ്മുടെ. അവർക്ക് എന്ത് തോന്നും അതൊന്നുമില്ല. അച്ഛൻ പിന്നെ അങ്ങനെയല്ല, അപ്പടിയാ. അച്ഛൻ നല്ല സാത്വികനാണ്. അമ്മ എന്തായാലും വളരെ ബോൾഡാണ്. അമ്മയുടെ ഒരു മിടുക്കുണ്ടായി ശരിക്കും പറഞ്ഞാല് നിങ്ങളൊക്കെ ഇങ്ങനെ ആയത് അല്ലേ? ഒന്നും മറുത്ത് പറയേ അല്ലെങ്കിൽ അപ്രിയായിട്ടൊന്നും പറയാറില്ല. പക്ഷെ അവരെ അമ്മയും ഇവരെല്ലാം തന്നെ ആദ്യകാലത്ത് ഇങ്ങനെ ഈ മേഖലയിൽ വന്നെങ്കിൽ പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അവർക്കല്ല അല്ലേ? കമ്മ്യൂണിസ്റ്റ് ഒന്നും അച്ഛൻ ചെയ്യാറില്ല. പക്ഷെ അനുഭാവിയായിരുന്നു. പിന്നെ ദേശാഭിമാനിയിൽ ജോലി ചെയ്തു. നവജീവൻ എന്ന് പറഞ്ഞ ഒരു പത്രം ഉണ്ടായിരുന്നു. പിന്നെ ജനയുഗത്തില് അതൊക്കെ കഴിഞ്ഞ് പിന്നെ മാധവും. അല്ല, AKG കൃഷ്ണപിള്ളയും അവരുടെ വീട്ടുകാർ ഭാര്യമാരും ഒക്കെ നിരന്തരം വീട്ടിൽ വരുമായിരുന്നല്ലോ. അത് അന്ന് കമ്മ്യൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു കോഴിക്കോട്. അപ്പൊ അവിടെ കമ്മ്യൂണിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അന്ന് ചെറിയ കുട്ടിയാണ്, ഞാനും എഴുത്തി ഉണ്ടായിരുന്നു. അപ്പൊ കൃഷ്ണപിള്ള AKG അതിന് മുമ്പേ ഷൊർണൂർ താമസിക്കുമ്പോൾ AKG പരിചയമുണ്ട്. AKG ഒളിവിലായിരുന്നു, അറിഞ്ഞില്ല. അതെ, താമസിച്ചിരുന്നു. ഇപ്പൊ എന്നെ മലയാളം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു തരും അങ്ങനെ ഓരോന്ന് അവിടെ താമസിക്കുമ്പോൾ. പിന്നെ ഒരു ദിവസം പിന്നെ മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ അദ്ദേഹം
പിടികൊടുക്കാനുണ്ടായ ഒളിവിലുള്ള അദ്ദേഹം. അത് കുറേ കൊല്ലമായി, കൊല്ലയ്ക്ക് ഓർമ്മയില്ല. അന്നാണ് മനസ്സിലായത് അദ്ദേഹം ഒളിവില. അത് ആര്യയുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. കൃഷ്ണപിള്ള കൃഷ്ണപിള്ള അവിടെ വെച്ചാണ് ആര്യ വള്ളത്തിലെ തല്ലൊക്കെ ചെയ്യുന്നത്, പോലീസ് വന്ന് പിടിക്കുന്നത്. അവിടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഈ കമ്മ്യൂണിന്നാണ് കാണുന്നത്. അപ്പൊ കൃഷ്ണപിള്ള ഇത് വീട്ടില് വരാറുണ്ട്. കൃഷ്ണപിള്ള ഈ കമ്മ്യൂണിൽ താമസിക്കുന്ന കാലത്ത് എല്ലാവരുടെയും ഒരു പ്രസംഗം അനുകരിക്കലുണ്ടായിരുന്നു എനിക്ക്. കൃഷ്ണപിള്ള എങ്ങനെയാണ് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അമ്മ ദേഷ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വരണം, അദ്ദേഹം കേട്ടു അത്. അപ്പോൾ അത് ഒരു കലയാണ്, അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത് അങ്ങനെ. പക്ഷെ പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. പെരുമാറ്റമൊക്കെ നിങ്ങൾ പിള്ളേർ വളരെ വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു. കൃഷ്ണപിള്ളയൊക്കെ അതെ. ഇപ്പോഴത്തെ ആളുകളുടെ സ്വഭാവമൊന്നുമില്ല, തലക്കനൊന്നുമില്ല. ഇല്ലില്ല. പരിചയപ്പെടുന്ന ആ സമയത്ത് അച്ഛനോടുള്ള ഒരു എല്ലാവരോടും ഒരു സൗഹൃദമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ എന്താ മാർക്സിസ്റ്റിന്റെ ഒരു ആചാര്യനാണല്ലോ. അറിവൊക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് ഒരു അഭിമാനം പോലും ഇല്ല, ഒരു തലക്കനമില്ല. അല്ല, അന്ന് അങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളെല്ലാം നമ്മുടെ വീട്ടിൽ വരികയും എല്ലാവരും ഒരു മിശ്ര ജീവിതം തന്നെയായിരുന്നു അല്ലേ? അതൊരു അഭിമാനകരമായ ഒരു കാലമായിരുന്നു അത്. അതെ അതെ അതെ. എല്ലാത്തരം ആൾക്കാരെയും കാണാനും ഞാനൊക്കെ എന്താ ഈ വയലാറ് അല്ലെങ്കിൽ എംടിയൊക്കെ കാണാന്ന് പറഞ്ഞാല് അത് അച്ഛനായിട്ടുള്ള സൗഹൃദം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് സാധിച്ചത്. അല്ല, അച്ഛൻ പക്ഷെ ഭയങ്കര ഒരു സാത്വികനാണ്. വീട്ടിൽ നിന്നൊക്കെ പോയ കുറെ ദിവസം കഴിഞ്ഞാൽ വരുന്നേ അല്ലേ? MRB വീട്ടിൽ നിന്നൊക്കെ പോയാൽ ഇങ്ങനെ നാട് ചുറ്റി നടക്കുന്ന ഒരാളായിരുന്നു. അത് വെച്ചാല് പോയാ പിന്നെ സാഹിത്യകാരന്മാരുടെ കൂടെ നടക്കുക, പിന്നെ വീട്ടിലെ കാര്യമൊന്നും അറിയത്തില്ല. പൈസ കുറച്ച് ഏൽപ്പിച്ച് കൊടുത്താൽ അത് കഴിയൂല്ലോ. അപ്പൊ കടം മേടിക്കാൻ പോകും. അപ്പൊ ഞാനും എടുത്തും കൂടിയിട്ടാ പോവുക. അതെ. അപ്പൊ കൊളപ്പുള്ളിയില് കുറെ പേര് ഞങ്ങളെയാണ് പറഞ്ഞയച്ചത്. ഇവര് 2 നമ്പൂതിരിമാര് അവരുടെ വള്ളത്തോളിന്റെ വീട്ടിൽ പോയിട്ട് വള്ളത്തോളിന്റെ വീട്ടിൽ പോയിട്ട് അന്നൊക്കെ 15 റുപ്യ മേടിക്കാം. വള്ളത്തോൾ അല്ലെങ്കിൽ വള്ളത്തോളിന്റെ മക്കള് ബാലചന്ദ്രൻ, ബാലേട്ടൻ, ഗോപിക്കുറുപ്പ് എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഒരു ധന്യമായ കാലമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്കൊരു ആലോചന ഒന്നും ഇല്ലല്ലോ, ഞങ്ങള് കുട്ടികളല്ലേ. അപ്പൊ ഷൊർണൂര് വീട്ടിൽ നിന്ന് ചെറുതുരുത്തിക്ക് നടന്നാ പോവാ. ചെല്ലുമ്പോ എത്ര 2-3 വഴികളുണ്ട്. ഷൊർണൂരിന്ന് ആ പാലം കടന്നിട്ട് വേണം ചെറുതുരുത്തി. വീട്ടിൽ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. മക്കളൊക്കെ വീട്ടിൽ വരാറുണ്ട് എല്ലാവരും. പെൺമക്കളെയും കണ്ടിട്ടുണ്ട്. മല്ലിക, വാസന്തി വാസന്തി ഇതൊക്കെ മരിച്ചു. ഞാനതാണ്, എനിക്ക് എന്തൊരു ഭാഗ്യാണ് എന്ന് ഞാൻ വിചാരിക്കപ്പോ. 89 വയസ്സായിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. അപ്പൊ ഞാൻ നല്ല ഭാഗ്യവതിയാണ്. അല്ല, അച്ഛന് ഇങ്ങനെ നടക്കുന്നതിൽ അമ്മ വഴക്കുടിക്കുമായിരുന്നു. അമ്മ വഴക്കുടിക്കാതെ അച്ഛൻ ഇങ്ങനെ പോയിട്ടൊരു ഉത്തരവാദിത്തം ഇല്ലാതെ അമ്മ എന്നാ പറയും? അല്ല, അച്ഛനൊന്നും വേണ്ടില്ല. അമ്മ പറയും. അമ്മ നല്ലോണം പറയും. അമ്മ ഇപ്പൊ പറയുന്നില്ല, വയലാറിനോട് ഒക്കെ അച്ഛനോട് പറയും. അച്ഛനൊന്നും വേണ്ടില്ല, മിണ്ടാണ്ടിരിക്കും. അതെ, ശരിക്കും പാവത്താനായിരുന്നു അല്ലേ? ആ കാണുന്ന പോലെ തന്നെ ആള് പാവത്താനായിരുന്നു അല്ലേ? ആളെ കണ്ടാൽ തന്നെ ഒരു പാവത്തം ഉണ്ടല്ലോ അച്ഛനെ. അവരൊക്കെ നാടകത്തിലൊക്കെ അമ്മയെ കണ്ടാലും അത്ര ഒരു തന്തേടി ഞാൻ കാണാ. അതെ. പക്ഷെ നല്ല അച്ഛനേക്കാളധികം ധൈര്യം അമ്മയ്ക്കുണ്ട്. അത് വീട്ടിയുടെ വായിക്കും അങ്ങനെയായിരുന്നു. ശ്രീദേവി ചന്ദ്രജനും അങ്ങനെയായിരുന്നു. വീട്ടിയെപ്പോഴും നല്ല ധൈര്യമുള്ള ആളായിരുന്നു അല്ലേ? അതെ അതെ. അല്ല, അന്നത്തെ കാലത്ത് അതെ സാഹചര്യം നോക്കുമ്പോൾ സ്ത്രീകൾക്ക് അത്ര വലിയ സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വേഷം ധരിക്കാനോ ആഭരണം ധരിക്കാനോ ഒന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു.
അതൊക്കെ ഈ അന്തർജനങ്ങൾ പാർവതീന മിനിമെങ്കിലും അവരൊക്കെ തന്നെയാണ് അതിന് വേണ്ടി മുന്നിട്ട് നിന്ന് ഇപ്പോൾ അപ്പൊ ഈ സരളാമ്മയുടെ ഒക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ഒരു ജീവിത രീതി എങ്ങനെയായിരുന്നു? നിങ്ങൾ 3 സഹോദരിമാരുണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങളൊക്കെ പഠിച്ചതും മുങ്ങിയിട്ടുള്ള ഒരു സ്കൂളിൽ പോയത് പിന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്കൂളിലൊക്കെ പോവും വരും. പക്ഷെ ഈ ഭക്ഷണം ഇല്ല, ഉടുപ്പ് മാറിയിടാനില്ല. എൻ്റെ തിരുമ്പിട്ട് വലിയ പാരമ്പര്യമുള്ള കുടുംബമൊക്കെ, പക്ഷേ അല്ലേ ഉടുതുണിക്ക് മരത്തുണിയില്ല. ഉണങ്ങുന്നത് നോക്കി കാത്തിരുന്നിട്ടുണ്ട്. പിന്നെ ആണ് ഭക്ഷണങ്ങൾ ഇത് വിറക് പറമ്പെന്ന് വിറക് കൊണ്ടുവരാൻ പറയാം അമ്മ. ഇത് ചുള്ളിക്കമ്പൊക്കെ പെറുക്കി കൊണ്ടുവന്ന് അത് കൂട്ടിയിട്ടാണ് തീ കൂട്ടിയിട്ടാണ് ഈ ദോശയൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ദോശ ഇതാകുന്ന ആഴ്ചയിൽ ഒരിക്കലൊറ്റേ കിട്ടുള്ളൂ. ഒരു ദിവസം ഒരു അപൂർവ വസ്തുവായിരുന്നു അല്ലേ? പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്താ വെച്ചാൽ ഇപ്പൊ എത്ര ഭക്ഷണം എന്ത് ഇഷ്ടപ്രകാരം കഴിക്കാൻ, പക്ഷെ ഇപ്പൊ കഴിക്കാൻ പറ്റില്ല. പ്രഷറും ഷുഗറും ഒക്കെ അന്നത്തെ ഇന്നത്തെ കൂടി വ്യത്യാസം. ഈ മൂന്ന് അമ്മമാരുടെ മക്കളാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചത് അല്ല? 3 അച്ഛന്മാരുടെ അല്ലേ? ലീലയും സരളാമ്മയും തങ്കമണിയും നിങ്ങൾ തമ്മിൽ വളരെ വലിയ അടുത്തൊരു ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ളതുണ്ടായിരുന്നോ? ഒരു തമ്മിൽ നല്ല ഒരു ഇത് തന്നെയായിരുന്നു. ഒന്ന് എനിക്ക് 13 വയസ്സിലാണ് തങ്കമണി വീട്ടിൽ വന്നത്. പിന്നെ ലീലയുടെ കൈ പിടിച്ചാണ് ഞാൻ നടന്നത്. 4 വയസ്സ് കൂടുതല. നല്ല ഒരു ഇത് നമ്മള് വേറെ എന്നുള്ള ഒരു വിചാരമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. എന്റെ മക്കൾ മാത്രമല്ല അന്ന് എല്ലാരും ഒരുമേലെ ഒരേ പട്ടിണി കഴിച്ചാ ജീവിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു ശത്രുതയുടെ പ്രശ്നം എല്ലാവർക്കും ഇപ്പൊ അച്ഛന് പുസ്തകത്തിൽ നിന്ന് കിട്ടിയ പൈസയാണെങ്കിൽ അതെ, എനിക്ക് മാത്രമല്ല ലീലയെടുത്തേക്കും മണിക്കും എല്ലാവർക്കും ഒരേപോലെയാണ് അച്ഛൻ. എന്നേക്കാൾ കൂടുതൽ അവരെ നോക്കി. അതാണ് അപ്പൊ ഒരു സ്വാർത്ഥത എന്താന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതെനിക്ക് തോന്നുന്നത് നമ്മൾ ദാരിദ്ര്യം കൂടുമ്പോൾ നമ്മുടെ സ്വാർത്ഥത വല്ല കുറഞ്ഞു പോകും. സൗകര്യങ്ങൾ കൂടുമ്പോൾ മനുഷ്യർ കുറെ കൂടെ എനിക്ക് തോന്നുന്നത് എന്താണ് സ്വാധീനം കേന്ദ്രീകൃതമാകുന്നെന്ന് തോന്നുന്നു. പിന്നെ അമ്മ കുറച്ച് നാൾ കിടന്ന് രോഗമായിട്ടല്ലേ? 3 കൊല്ലത്തോളം വെയ്യാതെ കിടന്നു. 1 കൊല്ലം ആസ്പത്രിയില്, 2 കൊല്ലം അന്നും മണിയുടെ വീട്ടിലാണ്. മണിയുടെ ഭർത്താവ് ശിവൻ ഉണ്ടാക്കിയ വീടാണ്. അവിടെയാണ് അച്ഛൻ അവസാന കാലം വരെ. അമ്മ എൻ്റെ കൂടെ വന്ന് താമസിക്കുക. അച്ഛന് തൃശ്ശൂർ വിടാൻ പ്രയാസമായിരുന്നു. അപ്പൊ അവിടെ ആയിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അമ്മ അങ്ങനെ കിടക്കുന്നത് അമ്മാവിക്ക് അച്ഛന് കാണാൻ വലിയ വിഷമായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അല്ലേ? എന്നിട്ട് കാണാൻ വയ്യാന്ന് പറഞ്ഞിട്ട് വരില്ല. ഞങ്ങൾ നിർബന്ധിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ട് എന്നിട്ട് അച്ഛൻ ഉണ്ടാക്കി തരും. കഞ്ഞി നല്ലോണം കയ്യിലോട്ട് നല്ലോണം ഉടച്ചാൽ വായയിൽ കൊടുക്കണം. അതൊക്കെ തരും. ചായ എടുത്തു തരും. പക്ഷെ അച്ഛൻ വരില്ല അടുത്തേക്ക്. അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ച് ഭയങ്കര പ്രയാസമായിരുന്നു. അമ്മ വെച്ചപ്പോഴാണ് അച്ഛൻ്റെ സങ്കടം ആദ്യമായിട്ട്. അച്ഛൻ പറഞ്ഞൊരു വാദമുണ്ട്, ഉത്സവം പോയി എന്നാണ് പറഞ്ഞത് അല്ലേ? ഉത്സവം പോയി, എൻ്റെ എല്ലാം പോയി, എന്നെക്കാളും തൻ്റെടിയായിരുന്നു അവള് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയായിരുന്നു അച്ഛന് നല്ല. അന്നാണ് അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് പൊട്ടി കരഞ്ഞ് പുറക്കങ്ങനെ കരഞ്ഞിതായിരുന്ന മുഖത്ത് വിങ്ങിപ്പൊട്ടി. അതേപോലെ EMS മരിച്ചപ്പോഴും അങ്ങനെ 2 പ്രാവശ്യമാണ് അച്ഛൻ്റെ സങ്കടം ഞാൻ കണ്ടിട്ടുള്ളത്. പ്രേംജി മരിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അവര് തമ്മിൽ ഭയങ്കര ടൈപ്പായിരുന്നു അല്ലേ? ചേട്ടനും ഭയങ്കര കൂട്ടുകാരായിരുന്നു. അതാണ് അവരെ പറ്റി പറയുന്നത്. ഒരു ഞെട്ടൽ വിടർന്ന 2 പൂക്കളാന്ന് പറയുന്നത്. ഏത് കാര്യത്തിനും പ്രേംജി ഒപ്പം ഉണ്ടാവും. ഇപ്പൊ അമ്മ ഈ സമയത്ത് അമ്മയുടെ മനസ്സിൽ വരുന്നല്ലേ, ഇപ്പൊ അമ്മ പഴയ കാലത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്താ തോന്നുക? പഴയ കാലത്തെ ഇന്നത്തെ ജീവിക്കുന്ന 90 വർഷത്തെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ എന്താ തോന്നുന്നത്? അന്നത്തെ കാലത്തെ ജീവിതം ഇന്നത്തെ കാലത്തെ ജീവിതത്തോടെ വരുമ്പോ അല്ല, എന്നിപ്പോ സ്വർഗത്തിലല്ലേ? അത്രയും ഇതാണ്. മാറ്റങ്ങൾ വരുന്നല്ലോ. മാറ്റങ്ങൾ വരണം. നവോത്ഥാന പ്രസ്ഥാനത്തിലും മാറ്റങ്ങൾ വന്നു. എല്ലാത്തിലും മാറ്റം വന്ന പോലെ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു. നല്ല അല്ല അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥയും ഇന്നത്തെ സ്ത്രീകളുടെ അവസ്ഥയോട് താരതമ്യം ചെയ്യുമ്പോൾ
അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? അല്ല, അത് താരതമ്യം ചെയ്യാനില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആ അതെ, അന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു അന്ന്. ഇതിപ്പോ സൗകര്യങ്ങൾ കൂടി, മറ്റേ സമ്പത്ത് കൂടി, പഠിപ്പ്, ഇപ്പോൾ ജോലി, ആൾക്കാർ അന്തർജനങ്ങളാണെങ്കിൽ തന്നെ പൈലറ്റുമാർ വരെ ഉണ്ട് സമുദായത്തിൽ, പൊതുവെ സമുദായത്തിൽ. അപ്പോൾ അവർക്ക് പക്ഷേ അവര് ഇന്നത്തെ ഇത് ഈ ജീവിത രീതി എങ്ങനെ അവർക്ക് കിട്ടി എന്നുള്ളത് അവർ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതെ, അത് അവർ ഓർക്കുന്നുണ്ടോ എന്നുള്ളത്, പലരും ഓർക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. എങ്ങനെ ഈ നിലയിലെത്തി, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ആ ക്ലേശങ്ങൾ അവർക്ക് അറിയില്ല. അങ്ങനെ ജീവിതം ഒരു മുന്നോട്ട് അവര് നല്ല രീതിയിൽ, ഇപ്പോഴത്തെ തലമുറ നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാറ്റിനും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മളിപ്പോ സ്വാതന്ത്ര്യം കൂടി പോയതൊരു സംശയമുണ്ടോ? അല്ല, ഇപ്പൊ യുദ്ധക്കളത്തിൽ ജീവിക്കുന്ന പോലെയാണ് എല്ലാ. അതെ, അച്ഛൻ കൊല്ലും കൊലയും ഒക്കെ നടക്കുകയല്ലേ ഇപ്പം. പരസ്പരം കുത്തി മരിച്ചതാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതത്തിന്റെ ഇതിൽ കൂടെയാണ് നമ്മളിപ്പോ സഞ്ചരിക്കുന്നത്. ഇതിന് ഇപ്പൊ എങ്ങനെയാണ് മാറ്റം വരിക? അപ്പൊ അത് ആണ് നിയമം അത് നടപ്പിൽ വരുത്താൻ ഈ ഭരണഘടന അല്ലെങ്കിൽ ഗവൺമെന്റോ അതുപോലെ സമൂഹത്തിലെ ഓരോരുത്തരും നിയമം മാത്രമല്ല, മനുഷ്യരെ മനസ്സിലാക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. മനുഷ്യ സ്നേഹം അപ്പം വീട്ടിൽ പറഞ്ഞാൽ സത്യം മനുഷ്യരാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ അച്ഛന് ആയാലും അമ്മയായാലും ആങ്ങളായാലും പെങ്ങളായാലും നമ്മളെല്ലാം ഒരേ ചോരയും നീരുമുള്ള മനുഷ്യരാണെന്നൊരു ചിന്താഗതി ഇല്ല പോകുന്നൊരു പ്രശ്നമുണ്ട്. അതാണ് നവോത്ഥാനം നമുക്ക് തന്ന ഒരു ഇതായിരുന്നു. ആ സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ. ഇപ്പം നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുമ്പം ഏത് ജാതിക്കാരനാണെന്നോ മതക്കാരനാണെന്നോ നോക്കാതെ ഒരുമിച്ച് കഴിയുന്ന ഒരവസ്ഥ, എല്ലാവരും ഒരുമിച്ച് പങ്കിട്ടുന്ന ഒരവസ്ഥ, ആ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പോയി. ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ അതുപോലുള്ള ഒരു നമ്മൾ പറയാം മറ്റൊരാൾക്ക് വേണ്ടി സഹിക്കാനുള്ള ക്ഷമിക്കാനുള്ള ആ ഒരു സാഹചര്യം പോയി തോന്നുന്നു. അതൊരു പ്രശ്നമാണ്. അതിപ്പോ സ്നേഹം ഒക്കെ കുറഞ്ഞു വരികയാണ്, മനുഷ്യ സ്നേഹം. ഇതാണ് ആ സമൂഹം. അത് പരസ്പരം ഈ വീട്ടിലും മാത്രമല്ല, അയൽവക്കക്കാര് അല്ലെങ്കിൽ നമ്മൾക്ക് സൗഹൃദം എല്ലാവരോടും ഒരേപോലെ മനുഷ്യ സ്നേഹം വേണം എന്നുള്ളതാണ്. അത് നമ്മൾ കുട്ടിക്കാലത്തെ ആർജിക്കേണ്ട ഒരു സാധനം. കുട്ടിക്കാലത്തെ ആർജിക്കേണ്ടി വന്നല്ലേ ആ പറയുന്ന സൗഹൃദവും സ്നേഹവും സഹകരണം എന്ന് പറയാൻ നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ ആർജിച്ചു വരേണ്ടതല്ലേ? അതാണ് കുട്ടിക്കാലത്ത് ഉണ്ടായ സൗഹൃദം പോയി എന്ന് എനിക്ക് തോന്നുന്നു. അതിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അന്ന് കുറച്ചും കൂടി ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ആത്മാർത്ഥത കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ പഴയ തലമുറയിലെ ഒരമ്മ നമ്മളോട് പറയുന്നു, അന്നത്തെ കാലത്തെ സൗഹൃദങ്ങളും സ്നേഹങ്ങളും കുടുംബത്തിലെ ദാരിദ്ര്യ പങ്കിടലും ഒക്കെ ഒരുപക്ഷെ നമുക്കില്ലാതെ പോയതാണ് നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ ദുരന്തങ്ങളുടെ ഒരു കാര്യം എന്ന് പറയുന്നു. എന്തായാലും ഇങ്ങനെയൊരു അമ്മയെ, ചരിത്രത്തിലെ വലിയൊരമ്മയെ, ചരിത്രത്തിലെ വലിയ സംഭവങ്ങളെ നമുക്ക് വേണ്ടി പങ്കുവെച്ച സരള മധുസൂദൻ അമ്മയോടുള്ള സ്നേഹം ഞങ്ങളുടെ പങ്കുവയ്ക്കും.